പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നെല്ലിയാമ്പതി ചുരത്തിൽ KSRTC ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്ന വിവരമാണ് പറയുന്നത്. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് അപകടമുണ്ടായത്. 30ഓളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ജയന്തി എന്നയാളാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ബസ് മറിഞ്ഞു കിടക്കുന്നതടക്കം പുറത്തു വരുന്നത്. പാലക്കാടാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. പ്രജിത്ത് കോങ്ങാട് നമുക്കൊപ്പമുണ്ട്. പ്രജിത്ത്, എന്താണ് ഈ സംഭവം? എങ്ങനെയാണ് അപകടം ഉണ്ടായത്? നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരുന്ന KSRTC ബസ് അടിവാരം എത്തുന്നതിന് ഒരു സ്റ്റോപ്പ് മുമ്പിലുള്ള ഹെയർപിൻ ബെൻഡിലാണ്. അതായത് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് ഒരു ലാസ്റ്റത്തെ ഹെയർപിൻ ബെൻഡിൽ നിന്ന് ബ്രേക്ക് തെന്നി ചെറിയ കൊക്കയിലേക്ക്, അതായത് ഒരു 30 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ബസ് ഒരു മരത്തിൽ തട്ടി നിൽക്കുകയാണ്. ബസ്സിൽ 30ഓളം പേരുണ്ടായിരുന്നു എന്നും പറയുന്നു. അതിലെ ഏകദേശം എല്ലാവരെയും ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പലരുടെയും നില ഗുരുതരമാണ്. അവരെ ഇപ്പോൾ പുറത്തെടുത്ത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും സമീപത്തുള്ള ഒരു നെന്മാറയിലുള്ള ആശുപത്രിയിലേക്കുമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടിൽ നിന്നും നെന്മാറയിൽ നിന്നും ആലത്തൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മരത്തിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. സാക്ഷി പ്രജിത്ത്, അതായത് കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അങ്ങനെയെങ്കിൽ സ്ഥിതി ആശങ്കാജനകമാണ്. പരിക്കേറ്റവരുടെ അവസ്ഥ ഏതൊക്കെ ആശുപത്രിയിലാണ്? മറ്റാശുപത്രിയിലേക്ക് മാറ്റാൻ സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ കുറച്ചുപേരെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നെന്മാറ താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കുമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 10 മിനിറ്റുകൾക്ക് നമ്മൾ അവിടെ എത്തും. അതുമാത്രമല്ല, ഇപ്പോൾ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവർ ബസ്സിനും മരത്തിനും ഇടയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. സജിത്ത്, യെസ്, ബസ് ഇപ്പോഴും മരത്തിൽ കുടുങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിക്കേറ്റവരെ നെല്ലിയാമ്പതി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റും. 30ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാവുന്നത്. പുലിയമ്പാറ സ്വദേശി ജയന്തിയാണ് മരിച്ചത്. ബസ്സിൽ 30ഓളം ആളുകളാണ് ഉണ്ടായിരുന്നത്. താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. എങ്ങനെയാണ് അപകടത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിനടുത്തായിട്ടാണ് അപകടം. രാവിലെ 9:30 അപകടമുണ്ടായത്. താഴ്ചയിലേക്ക് വീണ ബസ് ഇപ്പോൾ മരത്തിൽ കുടുങ്ങി നിൽക്കുന്നു എന്നാണ്, മരത്തിൽ തട്ടി നിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ വലിയ അപകടം, കൂടുതൽ ദുരന്ത സാഹചര്യത്തിലേക്ക് പോകാത്തത്. അതിനപ്പുറമാണെങ്കിൽ കൂടുതൽ വലിയ തീവ്രതയുള്ള അപകടമായി അത് മാറിയേനെ എന്നാണ് മനസ്സിലാവുന്നത്. 30ഓളം പേർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുലിയമ്പാറ സ്വദേശി ജയന്തിയാണ് മരണപ്പെട്ടത്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.